ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് ദിവസം നമ്മൾ 2 സെക്ഷനുകളാണ് ക്ലാസ് വെച്ചിട്ടുള്ളത്. മോർണിംഗ് സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് PSCയിലെ പ്രധാന മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ മുൻകാല ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമുക്ക് ചില ടിപ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ വൈകുന്നേരത്തെ സെക്ഷനിൽ നമ്മൾ റാങ്ക് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സും പഠിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ VFA ക്ലാസ്സിന് കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട 33 മുൻകാല ചോദ്യങ്ങളാണ്. അപ്പോൾ നോക്കാം. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് കബനി നദിയിലാണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ കുറുവ ദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറുവ സംഘത്തിനെ കണക്ട് ചെയ്യാം. കുറുവ സംഘം അല്ലെ, കുറുവ സംഘം എങ്ങനെയാണ്? വസ്ത്രങ്ങളൊന്നും ധരിക്കാതെയാണ്, ബനിയൻ പോലും ധരിക്കാതെ എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ബനിയൻ എന്നതിൽ നിന്ന് കബനി എന്ന് കണക്ട് ചെയ്തൂടെ? ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് കബനി നദിയിലാണ്. അപ്പൊ കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ 44 നദികളാണ്. ഈ 44 നദികളിൽ 41 നദികളും ഏത് ദിശയിൽ ഒഴുകുന്നു? പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ് 41 നദികള്. 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കേരളത്തില് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി വയനാട് ജില്ലയിലൂടെയും ഭവാനി പാലക്കാട് ജില്ലയിലൂടെയും പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെയുമാണ് ഒഴുകുന്നത്. അപ്പോൾ ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് കബനി നദിയിലാണ്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരാണ്? അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത്? അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരിയാണ് ഗൗരി ലക്ഷ്മിബായി. ഗൗരി ലക്ഷ്മിബായി ആണ് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ ചികിത്സിക്കുക എന്നുള്ളത് എന്താണ്? നമ്മൾ ഗൗരവമായി കാണണം അല്ലെ? ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ്? ചികിത്സിക്കുക എന്നുള്ളത് നമ്മൾ ഗൗരവമായി കാണണം. അപ്പൊ ഗൗരി എന്ന് കണക്ട് ചെയ്യാലോ. ഇനി ലക്ഷ്മിബായും പാർവതിബായും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരികയാണെങ്കിൽ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങുന്നത്. ലക്ഷണം എന്നതിൽ നിന്ന് ലക്ഷ്മിബായി എന്ന് കണക്ട് ചെയ്യാലോ. അപ്പോ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത് ഗൗരി ലക്ഷ്മിബായി ആണ്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. നീതി ആയോഗ് നിലവിൽ വന്നതെന്നാണ്? 2015 ജനുവരി 1-നാണ്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് 1950 മാർച്ച് 15-നാണ്. 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? അത് ഗുൽസരിലാൽ നന്ദയാണ്. ജവഹർലാൽ നെഹ്റു ആണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. ആദ്യ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അത് ഗുൽസരിലാൽ നന്ദയാണ്. ഇനി നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? നീതി ആയോഗിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അതെപ്പോഴും പ്രധാനമന്ത്രിയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ആരാണ് 2015-ൽ? അത് നരേന്ദ്രമോദിയാണ്. ഇനി ആദ്യത്തെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇനി ആദ്യത്തെ CEO, നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ചോദിച്ചാൽ അത് സിന്ധുശ്രീ ഗുള്ളർ ആണ്. ഇനി നിലവിൽ കൂടി പഠിച്ചു വെക്കുക. നീതി ആയോഗിന്റെ നിലവിലെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അശോക് ലാഹിരിയാണ്. ഉപാധ്യക്ഷൻ ആരാണ് നിലവിൽ? ഉപാധ്യക്ഷൻ നീതി ആയോഗിന്റെ നിലവിലെ ഉപാധ്യക്ഷനാണ് അശോക് ലാഹിരി. ഇനി നിലവിലെ CEO ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിലവിൽ നിതി ചിബ്ബർ ആണ്. നിതി ചിബ്ബർ പഠിച്ചു വെക്കുക. അശോക് ലാഹിരി നിലവിലെ ഉപാധ്യക്ഷനാണ്. നിതി ചിബ്ബർ നിലവിലെ CEO ആണ്.
ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ദേശീയ തലത്തിൽ അഴിമതി തടയാൻ വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ് ലോക്പാല്. ദേശീയ തലത്തിൽ ലോക്പാലാണ്. സംസ്ഥാന തലത്തിൽ ചോദിച്ചാൽ ഏതാണ്? സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ളതാണ് ലോകായുക്ത. അപ്പോ ദേശീയ തലത്തിൽ ചോദിച്ചാൽ അത് ലോക്പാലാണ്. അപ്പോ ആദ്യത്തെ ലോക്പാൽ ചോദിച്ചാൽ ആരാണ്? ആദ്യത്തെ ലോക്പാൽ ചോദിച്ചാൽ അത് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. പിനാക്കി ചന്ദ്രഘോഷ് ആണ് ആദ്യത്തെ ലോക്പാല്. നിലവിലെ ലോക്പാൽ ആരാണ്? നിലവിൽ അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ്. അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ് നിലവിലെ ലോക്പാല്. അപ്പോ ആദ്യ ലോകായുക്ത ചോദിച്ചാൽ ആരാണ്? കേരളത്തിന്റെ ആദ്യ ലോകായുക്ത ചോദിച്ചാൽ PC ബാലകൃഷ്ണ മേനോനാണ്. PC ബാലകൃഷ്ണ മേനോനാണ് കേരള സംസ്ഥാനത്തിന്റെ ആദ്യ ലോകായുക്ത. നിലവിൽ ആരാണ് കേരള ലോകായുക്ത? N അനിൽകുമാർ ആണ്. N അനിൽകുമാർ ആണ് നിലവിലെ ലോകായുക്ത. നിലവിലെ ലോക്പാൽ ചോദിച്ചാൽ അത് അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ്? അത് ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. അപ്പോ എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ അകക്കാമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് എന്ന രീതിയിൽ നമ്മുടെ മനസ്സിനകം എങ്ങനെയാണ്? കല്ലാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? കല്ല് എന്ന് ഓർക്കുമ്പോൾ ഖരം കണക്ട് ചെയ്യാലോ. നമ്മുടെ മനസ്സിന്റെ അകം എങ്ങനെയാണ്? കല്ല് പോലെയാണ് എന്നൊക്കെ ഓർത്തു കഴിഞ്ഞാല് അകക്കാമ്പ് ഇരിക്കുന്നത് ഖരാവസ്ഥയിലാണ്. അപ്പൊ പുറക്കാമ്പ് എങ്ങനെയാണ്? പുറക്കാമ്പ് അർദ്ധ ദ്രവാവസ്ഥയിലാണ്. ദ്രവാവസ്ഥയിലാണ് പുറക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അകക്കാമ്പ് ഖരാവസ്ഥയിലും പുറക്കാമ്പ് അർദ്ധ ദ്രവാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതിയാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാരാണ്? ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത്. ജാതിക്കുമ്മി, തിരുനാൾ കുമ്മി കൃതികൾ രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. തിരുനാൾ കുമ്മി പഠിച്ചു വെക്കുക. ജാതിക്കുമ്മി, തിരുനാൾ കുമ്മി എന്നീ കൃതികൾ രചിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ്. ആനന്ദക്കുമ്മി എന്ന കൃതി രചിച്ചതാരാണ്? ആനന്ദക്കുമ്മി എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോ ജാതിക്കുമ്മി, തിരുനാൾ കുമ്മി കൃതികൾ രചിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പനാണ്. ആനന്ദക്കുമ്മി എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേരാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI. അപ്പൊ നിലവിലെ SBIയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? SBIയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ 27ാമത് ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി. CS ഷെട്ടിയാണ് നിലവിലെ SBI ചെയർമാൻ. SBIയുടെ 27ാമത് ചെയർമാനാണ് ചല്ല ശ്രീനിവാസലു ഷെട്ടി. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ് ചോദിച്ചാൽ അത് സാർക്കോമിയർ ആണ്. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത്? മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും. യഥാർത്ഥം, തലതിരിഞ്ഞത്. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത ചോദിച്ചാൽ അത് യഥാർത്ഥവും തലതിരിഞ്ഞതുമാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ ആണ്. അപ്പൊ യുവത്വത്തിന്റെ ഓപ്പോസിറ്റ് എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. യുവത്വം പോയി കഴിഞ്ഞാൽ എന്താണ്? തൈക്കിളവി എന്ന രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ തൈമോസിൻ ആണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തുവാണ് യൂറിക് ആസിഡ് ആണ് ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ ആണ്. പാർലമെന്റിന്റെ
സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോകസഭാ സ്പീക്കർ ആണ്. നിലവിലെ ലോകസഭാ സ്പീക്കർ ചോദിച്ചാൽ ആരാണ്? നിലവിലെ ലോകസഭാ സ്പീക്കർ ആണ് ഓം ബിർള. ഓം ബിർളയാണ്. അതുപോലെ തന്നെ ഒരു ബില്ല് മണിബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് ലോകസഭാ സ്പീക്കർ ആണ്. പഠിച്ചു വെക്കുക. ലോകസഭാ സ്പീക്കറിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ ആണ്. അതുപോലെ തന്നെ ഒരു ബില്ല് മണിബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കർ ആണ്. അപ്പൊ നിലവിലെ ലോകസഭാ സ്പീക്കർ ആണ് ഓം ബിർള. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫെർമി. എന്താണ്? ഫെർമി. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫെർമി. ഹൈഡ്രോളിക് പ്രസ്സിന്റെ പ്രവർത്തന തത്വം ഏത്? ഹൈഡ്രോളിക് പ്രസ്സിന്റെ പ്രവർത്തന തത്വം ചോദിച്ചാൽ ഏതാണ്? അത് പാസ്കൽ നിയമമാണ്. പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്നിവയിലൊക്കെ ഏത് നിയമമാണ്? പാസ്കൽ നിയമം. ഒരു ബില്ല് മണിബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബില്ല് മണിബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കർ ആണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ ആണ്. നിലവിലെ ലോകസഭാ സ്പീക്കർ ചോദിച്ചാൽ ആരാണ്? ഓം ബിർള. ഓം ബിർളയാണ് നിലവിലെ ലോകസഭാ സ്പീക്കർ. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. ആഭ്യന്തര മന്ത്രി കൂടിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ 1928ലെ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അപ്പൊ ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതൃത്വം നൽകിയത് കൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുള്ളത്. ബർദോളി സത്യാഗ്രഹത്തിന്റെ ലീഡർഷിപ്പ് കാരണമാണ് ഗാന്ധിജി വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുള്ളത്. അപ്പൊ പഠിച്ചു വെക്കുക, ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ആഭ്യന്തര മന്ത്രി കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോ ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭ എന്ന ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കൃത്യമായി തന്നെ നമ്മൾ കോഡുകളൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സെൻസസ് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? അത് യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ സെൻസസ് എന്ന് പറയുമ്പോൾ കണക്കെടുപ്പാണ് അല്ലെ. അപ്പൊ കണക്കെടുക്കുന്നത് എന്താണ്? നമ്മുടെ യൂണിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാർക്കിടയിലുള്ള യൂണിറ്റി അറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ ഓർത്തു കഴിഞ്ഞാൽ സെൻസസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അതുപോലെ തന്നെ പ്രതിരോധം വരുന്നത് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്? പ്രതിരോധം, വിദേശകാര്യം. അപ്പൊ ഡിഫെൻസ് ചെയ്യുക എങ്ങനെയാണ്? യൂണിയൻ ആയിക്കൊണ്ടാണ്, ഒരു കൂട്ടം ആയിക്കൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്ന രീതിയിൽ ഓർത്താൽ പ്രതിരോധം നമുക്ക് ഓർത്തിരിക്കാം. വിദേശകാര്യം, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരെന്താണ് ആ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും അല്ലെ. ആ രീതിയിൽ വിദേശകാര്യം കണക്ട് ചെയ്യാലോ. പ്രതിരോധം, വിദേശകാര്യം, സെൻസസ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എല്ലാം വരുന്നത് ഏതിലാണ്? അത് യൂണിയൻ ലിസ്റ്റിലാണ്. ഇനി വിദ്യാഭ്യാസം വരുന്നത് ഏത് ലിസ്റ്റിലാണ്? വിദ്യാഭ്യാസം അത് കൺകറന്റ് ലിസ്റ്റിലാണ്. വിദ്യാഭ്യാസം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. എങ്ങനെ ഓർക്കാം? അപ്പൊ വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? കറന്റ് വേണം എന്നോർക്കാം അല്ലെ. ഇരുട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പഠിക്കാൻ വേണ്ടി നമുക്ക് കറന്റ് വേണം എന്നോർത്താല് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ് വിദ്യാഭ്യാസം എന്ന് നമുക്ക് ഓർക്കാലോ. സൈക്കോ എന്ന തൂലികാ നാമം ഏത് എഴുത്തുകാരന്റേതാണ്? സൈക്കോ ഇ മുഹമ്മദ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പൊ സൈക്കോ എന്ന് പറയുമ്പോ സൈക്കോ ആയ ഈ മുഖം എന്നോർക്കാം. അപ്പൊ എനിക്ക് ഈ ഒരു മുഖം മാത്രമല്ല, എന്താണ് സൈക്കോ ആയ ഈ ഒരു മുഖം ഉണ്ട്. അപ്പൊ ഈ മുഖം എന്നതിൽ നിന്ന് ഈ മുഹമ്മദ് കണക്ട് ചെയ്ത് പോവാം. സൈക്കോ എന്ന തൂലികാ നാമം ഏത് എഴുത്തുകാരന്റേതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ മുഹമ്മദിന്റേതാണ്. ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് PJ ആന്റണി. നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പോ ഇൻകുലാബ് വിളിച്ചു പോകുന്നത് എങ്ങനെയാണ്? ജാഥ. ആൻഡ് ഉറുമ്പുകളെ പോലെ വരിവരിയായാണ് എന്ന് ഓർത്താൽ ആന്റണി എന്ന് കണക്ട് ചെയ്യാലോ. ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് PJ ആന്റണിയാണ്. The synonym of eccentric is എന്താണ്? പെക്യുലർ എന്നതാണ്. എക്സെൻട്രിക് എന്നതിന്റെ സമാന പദം ചോദിച്ചാൽ എന്താണ്? പെക്യുലർ എന്നതാണ്.
ഇനി കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത് വെക്കേഷൻ. വെക്കേഷൻ എന്നതിൽ ഒരു സി ആണ് വരുന്നത്. VACATION. അപ്പൊ നമ്മൾ എന്താണ് വെക്കേഷന് ഒരു സ്ഥലമാണ് സി കണ്ടത് എന്ന രീതിയിൽ ഓർത്തു കഴിഞ്ഞാല് വെക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സി മാത്രമാണ് വരുന്നത് എന്ന് പഠിച്ചു വെക്കുക. The antonym of extravagant. Extravagant എന്നതിന്റെ വിപരീത പദം ചോദിച്ചാൽ ഏതാണ്? ഫ്രൂഗൽ എന്നതാണ്. extravagant എന്ന് പറഞ്ഞാൽ എന്താണ്? ധൂർത്താണ് അല്ലെ, ധാരാളിത്തമാണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പിശുക്കാണ്, ഫ്രൂഗൽ ആണ്. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ്. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? അത് കീബോർഡ് ആണ്. കീബോർഡ്, മൗസ് ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണ്. ഔട്ട്പുട്ട് ഉപകരണം ചോദിച്ചാൽ ഏത് പറയാം? ഔട്ട്പുട്ട്. മോണിറ്റർ എന്താണ്? മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. കീബോർഡ്, OMR ഇതൊക്കെ എന്താണ്? അത് ഇൻപുട്ട് ഡിവൈസ് ആണ്. താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത്? താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാം ആണ് താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽ പെടുന്നു? അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. URL എന്നതിന്റെ പൂർണ്ണ രൂപം ചോദിച്ചാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നതാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നതാണ് URL എന്നതിന്റെ പൂർണ്ണ രൂപം. ഋഷിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദം എന്താണ്? ഋഷിയെ സംബന്ധിച്ചത് ആർഷം എന്നതാണ്. ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ഒറ്റ പദം ചോദിച്ചാൽ അത് ആർഷമാണ്. അർത്ഥം എഴുതുക. ഇനൻ എന്നതിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ്? സൂര്യൻ. സൂര്യന്റെ പര്യായ പദങ്ങളാണ് ഇനൻ. അതുപോലെ തന്നെ അർക്കൻ എന്താണ്? അർക്കൻ എന്നത് സൂര്യന്റെ പര്യായ പദമാണ്. അതുപോലെ ദിവാകരൻ, അർക്കൻ, ഇനൻ ഇതെല്ലാം സൂര്യന്റെ പര്യായ പദങ്ങളാണ്. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനം. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? കേരള കാളിദാസൻ. അപ്പൊ കാളി എന്ന ഗോഡിനെ കണക്ട് ചെയ്യാം. കാളി എന്ന ഗോഡ് അപ്പൊ എവിടെ ഇരിക്കാം? കോവിലിലാണ് എന്ന രീതിയിൽ കണക്ട് ചെയ്യാം. കോയിൽ എന്ന രീതിയിൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കണക്ട് ചെയ്യാലോ. അപ്പൊ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അച്ഛനായി മാറുന്നത് അല്ലെ. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ഇനി 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് KG ശങ്കരപിള്ളയാണ്. KG ശങ്കരപിള്ള 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് KG ശങ്കരപിള്ള. നായ കഥാപാത്രമായ ഒരു കഥ. നായ പ്രധാന കഥാപാത്രമായി വരുന്ന കഥയാണ് വെള്ളപ്പൊക്കത്തിൽ എന്നതിലെ പ്രധാന കഥാപാത്രമാണ് നായ. ബഷീറിനെ കൂടാതെ പൂവൻ പഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത്. അപ്പൊ ബഷീറിനെ കൂടാതെ പൂവൻ പഴം എന്ന പേരിൽ കഥ എഴുതിയത് ആരാണ്? കാരൂർ നീലകണ്ഠപിള്ളയാണ്. അപ്പൊ നീല നിറത്തിലുള്ള പൂവൻ പഴം എന്ന രീതിയിലൊക്കെ നമുക്ക് ഓർത്തിരിക്കാം. ബഷീറിനെ കൂടാതെ പൂവൻ പഴം എന്ന പേരിൽ കഥ എഴുതിയിട്ടുള്ളത് കാരൂർ നീലകണ്ഠപിള്ളയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 33 മുൻകാല ചോദ്യങ്ങളാണ്. ചില ടിപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്